എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ബിഗ് ബോസ് സീസൺ 7 ലാസ്റ്റ് 2 എപ്പിസോഡിൻ്റെ ഒരു ചെറിയ റിവ്യൂയിലേക്ക് സ്വാഗതം. കാര്യങ്ങളിങ്ങനെ അടുക്കി വെച്ച് നോക്കി അതിനെക്കുറിച്ചിട്ട് സംസാരിച്ച് മുന്നോട്ടേക്ക് പോകാനായിട്ടുള്ള സമയമില്ലാത്തതുകൊണ്ട്, സമയമില്ല എന്ന് ഞാൻ ഉദ്ദേശിച്ചത് വീഡിയോയുടെ ദൈർഘ്യം കൂടും, നിങ്ങൾ ഓൾറെഡി ആ ഒരു കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും, ബോറിംഗ് ആവും എന്നുള്ളതുകൊണ്ട് ഞാൻ കോമൺ ആയിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കുകയാണ്. ചില കമ്മിറ്റ്മെൻറ്റ്സ് ഉള്ളതുകൊണ്ട് ഇന്നലെയും മിനിഞ്ഞാന്നൊന്നും വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല. നമുക്കിപ്പോൾ എല്ലാ ദിവസവും പ്രതീക്ഷിച്ചതുപോലെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ലല്ലോ പല ആളുകൾക്കും. അല്ല, ഇനിയിപ്പോൾ അങ്ങനെ ആയാലും ബോറിംഗ് ആയിരിക്കും. വരും ദിവസങ്ങളിൽ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇനിയിപ്പോൾ അല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വരട്ടെ. ഓക്കെ, അപ്പോൾ ഈ വീക്കെൻഡ് എപ്പിസോഡിൽ പ്രധാനപ്പെട്ടതായി ഉണ്ടായിരുന്ന എന്താണ്? സാറ്റർഡേ എപ്പിസോഡിൽ പ്രധാനപ്പെട്ടതായി ഉണ്ടായിരുന്നത് ലാലേട്ടന് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടി. അപ്പോൾ അദ്ദേഹത്തിനുള്ള ഒരു വരവേൽപ്പായിരുന്നു, അദ്ദേഹത്തിനുള്ള ഒരു നന്ദി പ്രകാശനം, ആശംസ അറിയിക്കൽ, അതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ടതായി ഉണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹം കാറിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ ഒരു സമയം മുതൽ ഇങ്ങനെ സ്വീകരിച്ചാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് കൊണ്ടുവരുന്നത്. ഞാൻ അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയെന്ന് അറിഞ്ഞ ആ ഒരു എപ്പിസോഡിൽ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, ആ ഒരു കോൺട്രാസ്റ്റ്. ഇന്ത്യൻ സിനിമയിലെ മികച്ച സംഭാവനകൾക്ക് ഒരു നടന് ഇന്ത്യയിലെ പരമോന്നത സിനിമാ പുരസ്കാരം കൊടുക്കുകയാണ്. അദ്ദേഹം അതൊക്കെ വാങ്ങിച്ചിട്ട് നേരെ നമ്മുടെയൊക്കെ വീട്ടിലെ ചെറിയൊരു ടി വിയിൽ, അല്ലെങ്കിൽ വലിയ സ്ക്രീനിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ചെറിയൊരു സ്ക്രീനിലേക്ക് അദ്ദേഹം ഒരു ടെലിവിഷൻ റിയാലിറ്റി ഷോ ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി വരികയാണ്. എന്നാൽ അവിടെയുള്ള കണ്ടസ്റ്റൻസ് അല്ലെങ്കിൽ അവിടെയുള്ള ഗെയിം എന്നൊക്കെ പറയുന്നത് എല്ലാ ആളുകളും അത്രയധികം പുകഴ്ത്തുന്ന, അല്ലെങ്കിൽ ബ്രില്യൻ്റ് ആയിട്ട് എല്ലാ ആളുകളും കൊണ്ടാരാധിക്കുന്ന ഒരു ഗെയിമൊന്നുമല്ല. എനിക്ക് തോന്നുന്നു ലാലേട്ടൻ ഈ കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങളും ഏറ്റുവാങ്ങുന്നത് ബിഗ് ബോസിൻ്റെ ഹോസ്റ്റായി ഇരിക്കുന്ന സമയത്താണ്. ഇത്രയധികം സൈബർ അധിക്ഷേപങ്ങളൊക്കെ ലാലേട്ടന് വാങ്ങിക്കൊടുക്കുന്ന ഒരേ ഒരു സാന്നിധ്യം ഈ ബിഗ് ബോസിലെ ഒരു സാന്നിധ്യമാണ്. കാരണം സിനിമയിൽ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ, അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തതകൾ, അദ്ദേഹത്തിൻ്റെ എഫേർട്ട് അത് ആളുകൾക്കറിയാം. ഒരു ചെറിയ ന്യൂനപക്ഷം ഫാൻസിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾ ലാലേട്ടനെ സിനിമയുടെ പേരിൽ അധിക്ഷേപിക്കുന്നത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അത് മനുഷ്യന്മാരോ അല്ലെങ്കിൽ നമ്മളിൽപ്പെട്ട ആളുകളൊന്നുമല്ല, അവരെ നമ്മളിങ്ങനെ മാറ്റി നിർത്തിയിരിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ്. പക്ഷേ ബിഗ് ബോസിൻ്റെ പേരിൽ കാര്യമായിട്ടുള്ള വിമർശനങ്ങൾ എല്ലാ മേഖലകളിൽ നിന്നും പലപ്പോഴും വരാറുണ്ട്. കാരണം ഹൗസിൽ കണ്ടസ്റ്റൻസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ പോലും ബാധ്യതയായിട്ട് തലയിൽ ചുമക്കേണ്ടുന്ന അവസ്ഥ ലാലേട്ടനുണ്ട്. ബിഗ് ബോസ് എന്ന ഫോർമാറ്റിനെ കുറിച്ചിട്ട് ഇവിടെയുള്ള ആളുകളൊന്നും കൺസിഡർ ചെയ്യത്തില്ല. ആ ഒരു ഫോർമാറ്റ് എങ്ങനെയാണ് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് പലയിടങ്ങളിൽ എന്നുള്ളതൊന്നും ആളുകൾ കൺസിഡർ ചെയ്യത്തില്ല. ലാലേട്ടൻ അവതരിപ്പിക്കുന്ന, മലയാളത്തിൻ്റെ പ്രിയ മോഹൻലാൽ അവതരിപ്പിക്കുന്ന ഒരു റിയാലിറ്റി ഷോയിൽ ഇങ്ങനെ നടന്നു എന്നുള്ളതാണ് ആളുകൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് അദ്ദേഹം ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡൊക്കെ വാങ്ങി വരുന്നു. ഏതായാലും ആ ഒരു പരിപാടി ഹോസ്റ്റ് ചെയ്യാനായിട്ട് മറ്റൊരു ഹോസ്റ്റ് ഉണ്ടായിരുന്നു. ലാലേട്ടൻ പരിപാടിയിലേക്ക് വന്ന് ബിഗ് ബോസിൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് അദ്ദേഹത്തിന് ആശംസ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാനായിട്ടൊരു ഹോസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഒരു ഹോസ്റ്റും ഇപ്പോൾ വളരെയധികം ശ്രദ്ധേയമാണ്. അദ്ദേഹത്തിൻ്റെ പേര് വിട്ടുപോയി. അദ്ദേഹം ബിഗ് ബോസ് ക്രൂവിൻ്റെ ഭാഗമാണ്. അദ്ദേഹം ഈ ഔട്ടായി പോകുന്ന, എവിക്റ്റായി പോകുന്ന കണ്ടസ്റ്റൻസിനെ ഇൻ്റർവ്യൂ ചെയ്ത് ആളുകളിൽ ശ്രദ്ധയായിട്ട് മാറിയിട്ടുണ്ട്. കാരണം ആളുകൾക്ക് ചോദിക്കാൻ ആഗ്രഹമുള്ള ചോദ്യങ്ങൾ, ആളുകൾ ചോദിക്കണമെന്ന് വിചാരിക്കുന്ന ചോദ്യങ്ങൾ, അറിയേണ്ടുന്ന ചില കാര്യങ്ങളൊക്കെ പുറത്തു പോകുന്ന ആ ഒരു ദിവസം തന്നെ ചോദിച്ച് മനസ്സിലാക്കി നമ്മളിലേക്ക് എത്തിക്കാറുണ്ട്. അതൊരു ശരിക്കും പറഞ്ഞ ഒരു ഡിഫൻസും കൂടെയാണ്. ബിഗ് ബോസിൻ്റെ ഭാഗത്തുനിന്നുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കിയിട്ട് തന്നെയാണ് അവർ പുറത്തേക്ക് വിടുന്നത്. കണ്ടസ്റ്റൻസിൽ ഒന്നോ രണ്ടോ ആളുകളല്ലാതെ വേറെ ആളുകളൊന്നും പുറത്ത് വന്നിട്ട് ബിഗ് ബോസ് എങ്ങനെ കാണിച്ചു, ബിഗ് ബോസ് എങ്ങനെ കാണിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയത് എന്നൊന്നും പറയാറില്ല. എല്ലാ സീസണിലും ഒന്ന് രണ്ട് ആളുകളുണ്ടാവും. അപ്പോൾ ഈ തവണയും ഒരു കണ്ടസ്റ്റൻ്റ് അങ്ങനെ വന്നിട്ട് ബിഗ് ബോസ് നെഗറ്റീവ് ഇമേജ് തന്നു എന്നൊക്കെ പറയുകയുണ്ടായി. ഇതിപ്പം നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്നൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നെഗറ്റീവ് ആകാനും പോസിറ്റീവ് ആകാനായിട്ടുള്ള സാധ്യതകൾ അത്രയേറെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അറിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവുകയല്ലേ വേണ്ടത്. നമ്മൾ തന്നെ എല്ലാ സീസണുകളിലും ഇതിൻ്റെ കൂടെ ഇത് പറയാറുണ്ട്. അപ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് കമ്മിറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവിടെ വന്ന് നമ്മൾ പരാതി പറഞ്ഞിട്ട് കാര്യമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഈ വീക്കെൻഡ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് പോകുന്നതിന് മുൻപ് തലേദിവസത്തെ ചില കാര്യങ്ങൾ, ഓർത്ത ചില കാര്യങ്ങളൊന്ന് പറയുകയാണ്. ഈ ആദില, നൂറ, അനീഷ്, ഷാനവാസ്, അവരിലാണ് മെയിനായിട്ട് ഈ ദിവസങ്ങളിൽ എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിയത്. കണ്ടന്റ് ഇൻ ദ സെൻസ് ക്വാളിറ്റി ഉള്ള എന്തെങ്കിലും തന്നു എന്നുള്ളതല്ല, ഡിസ്കഷന് സാധ്യത ഉണ്ടാക്കിയത് ഇവരാണ് എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട്. അതിൽ ഷാനവാസ്, അനീഷ് ഫ്രണ്ട്ഷിപ്പ് എനിക്ക് പേഴ്സണലി അത്രയധികം ഒരു ഫെയർ ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഗെയിമാണ് ഷാനവാസ് കളിക്കുന്നത് എന്ന് ഇതുവരെ തോന്നിയിട്ടില്ല. അപ്പോൾ അനീഷിൻ്റെ കോയിൻ എടുത്തിട്ട് ഷാനവാസ് മാറ്റിവെക്കുന്നു. ഷാനവാസ് അല്ല മാറ്റിവെക്കുന്നത്, ആദില തടിച്ച് മാറ്റുന്നു. ഷാനവാസ് അതെടുത്ത് പിന്നീട് ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് മാറ്റിവെക്കുന്നു. ആദില നേരത്തെ തന്നെ അനീഷിനത് കൊടുക്കാനായിട്ട് റെഡിയാണ്. വഴക്കുണ്ടാക്കുന്ന സമയത്ത് അനീഷിനത് കൊണ്ടേ കൊടുക്കാനായിട്ട് ആദില തീരുമാനിച്ചതാണ്. അപ്പോൾ അതോടെ ആ ഒരു കോയിൻ ഗെയിം അവിടെ അവസാനിക്കേണ്ടതായിരുന്നു. അപ്പോൾ ആദിലയും അനീഷും തമ്മിലുള്ള ഒരു പ്രശ്നം അവിടെ കുറച്ചും കൂടെ ഒന്ന് കുറഞ്ഞേനെ. എന്നാൽ അതിനുള്ളൊരു വഴി വയ്ക്കാതാണ് ഷാനവാസ് ആ ഒരു കോയിൻ എടുത്ത് ഞാൻ വയ്ക്കാം എന്നുള്ള രീതിയിൽ പറയുന്നത്. അവിടെ എന്തെങ്കിലും അനീഷിന് ഗുണകരമായിട്ടുള്ളൊരു ഗെയിമോ, അല്ലെങ്കിൽ ആദിലേക്ക് ഗുണകരമായിട്ടുള്ളൊരു ഗെയിമോ, അല്ലെങ്കിൽ അവരുടെ ഗ്രൂപ്പിന് ഗുണകരമായിട്ടുള്ള എന്തെങ്കിലും സൗഹൃദമോ ഒന്നും അവിടെ ഷാനവാസ് എക്സ്പെക്ട് ചെയ്യുന്നില്ല. ആ ഒരു കോയിൻ കയ്യിൽ വെക്കുക, എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ എന്നുള്ളത് കണ്ടറിയുക, അത് വെച്ചിട്ട് അനീഷിനെ ഒന്ന് എക്സ്പോസ് ചെയ്യുക എന്നൊക്കെ ഉള്ളതായിരിക്കാം ഷാനവാസിൻ്റെ ഒരു ലക്ഷ്യം. ശരിക്കും പറഞ്ഞാൽ ഷാനവാസ് അനീഷിൻ്റെ എല്ലാ ഗെയിമിനും നശിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്.
അനീഷിനിപ്പോൾ ഒരു ഗെയിമില്ല. അനീഷിനിപ്പോൾ ആകെയുള്ള ഗുണമെന്ന് പറയുന്നത് അനീഷിൻ്റെ ഗെയിം മൊത്തം നശിപ്പിച്ച ഷാനവാസും ആദിലയും അല്ലെങ്കിൽ നൂറയും എന്നിവരോടുള്ള ഒരു ദേഷ്യത്തിൻ്റെ സഹതാപം മാത്രമാണ് അനീഷ്. നമ്മളിപ്പോൾ സഹതാപം കൊണ്ടാണ് അനീഷിന് ഒരു വോട്ട് കൊടുക്കുന്നത്. നല്ലൊരു മനുഷ്യനാണല്ലോ, ഇത്ര പാവമാണെന്ന് അറിഞ്ഞിട്ടില്ല. അപ്പം അങ്ങനെ ഒരു സഹതാപം മാത്രമായിട്ട് എത്ര കാലം മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റും? അവിടെ ഇങ്ങനെ ലോക്കായി കിടക്കുന്നു. ഇപ്പം അനീഷ് തന്നെ ഷാനവാസിനോട് പറയുന്നു, നിന്നെ എല്ലാ ആൾക്കാരും എതിർത്ത സമയത്ത്, നീ തെറ്റുകാരനാണെന്ന് പറഞ്ഞ സമയത്ത് നിന്നെ ഞാനേ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. ശരിക്കും ഷാനവാസിൻ്റെ മനസ്സിൽ ഇടം നേടുന്ന ഒരു സൗഹൃദ ഗെയിമല്ല അനീഷ് വിഭാവനം ചെയ്യേണ്ടത്. നമ്മളുടെ മനസ്സിൽ ഇടം നേടുന്ന തരത്തിലേക്കുള്ള നിലപാടുകളിലാണ് അനീഷ് ഉറച്ചു നിൽക്കേണ്ടത്. അപ്പോൾ അവിടെ അനീഷിൻ്റെ ഗെയിം മറന്നിട്ട് ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി കളിക്കുകയാണ്. അതേപോലെ ഈ കോയിൻ എടുത്ത് വയ്ക്കുന്ന പരിപാടിയാണെങ്കിലും അല്ലെങ്കിൽ കോയിൻ തിരിച്ചു കൊടുക്കുന്ന സമയത്താണെങ്കിലും ആദിലയോടുള്ള വഴക്കാണെങ്കിലും അനീഷ് അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് ഒതുങ്ങുകയാണ്. അവിടെയും നമുക്ക് എന്താണുള്ളത്? അനീഷ് പോയിന്റ് പറഞ്ഞതുകൊണ്ടോ നിലപാട് പറഞ്ഞതുകൊണ്ടോ ഉള്ള ഒരു ഇഷ്ടമല്ല അവിടെ ഉള്ളത്, സഹതാപമാണ്. അനീഷ് പാത്രം കഴുകി സഹതാപ വോട്ട് നേടുന്നു. മെഡിസിൻ കൊണ്ടു കൊടുക്കുന്ന സമയത്ത് അവരുടെ ആട്ടും തുപ്പും കേട്ടിട്ട് സഹതാപ വോട്ട് നേടുന്നു. ശരിയാണ്, അതും ഒരു ഗെയിമാണ്. അവരെ നെഗറ്റീവാക്കി അനീഷ് പോസിറ്റീവ് ആവുന്ന ഒരു ഗെയിമായിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. പക്ഷേ അവരെ നെഗറ്റീവ് ആക്കുകയാണോ അനീഷ് ചെയ്യുന്നത്? അവർ ഓൾറെഡി നെഗറ്റീവ് ആകാൻ വേണ്ടി റെഡിയാണ്. ആദില എസ്പെഷ്യലി, ആദില, നൂറ, ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരിയധികം അഡ്വാൻറ്റേജ് ഗെയിമിലുള്ള കണ്ടസ്റ്റൻസ് ആണ്. ബാക്കി ആളുകൾക്കൊന്നും ഇല്ലാത്ത കുറേയധികം പ്രിവിലേജുകൾ ഇവർക്കുണ്ട്. സാധാരണ ഒരു കപ്പിൾ അങ്ങടേക്ക് എൻ്റർ ആവുന്ന സമയത്ത് അവർക്ക് കിട്ടുന്ന തരത്തിലേക്കുള്ള പ്രിവിലേജുകളെല്ലാം അല്ലാത്ത ഒത്തിരിയധികം പ്രിവിലേജ് ഉണ്ട്. ഒന്ന് ജെൻഡർ കാർഡ് തന്നെ പറയാം, ഇവർ രണ്ടുപേരും ഫീമെയിൽ ജെൻഡറാണ്. ബിഗ് ബോസിൽ സ്ത്രീകൾക്ക് നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ അങ്ങേറ്റം നെഗറ്റീവും പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ അങ്ങേറ്റം പോസിറ്റീവ് ആകാനായിട്ടുള്ള സാധ്യത ഉണ്ട്. ഇവർക്ക് രണ്ടുപേർക്കും ആ ഒരു ഗെയിം എടുക്കാം. ബിഗ് ബോസിൽ ആ ഒരു ഗെയിം എടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഒരാൾ കട്ട നെഗറ്റീവും ഒരാൾ കട്ട പോസിറ്റീവ് ആയി കഴിഞ്ഞാലും ഗെയിം മൊത്തത്തിൽ അവർക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു വീട്ടിൽ നിന്ന് വരുന്ന രണ്ടാളുകൾ ഗെയിം മൊത്തത്തിൽ കൺട്രോൾ ചെയ്യുകയാണ്. അവിടെ നോക്കുക, നൂറ നമുക്ക് അത്രയധികം ഇഷ്ടം തോന്നുന്ന തരത്തിലേക്കുള്ള ഒരു പാവമായിട്ട് പെരുമാറുന്നു. ആദിലെ ചില കാര്യങ്ങൾ ഉപദേശിക്കുന്നു, ചില കാര്യങ്ങളിൽ നിലപാടുകൾ പറയുന്നു. ആ ഒരു സൈഡ് ഓക്കെയാണ്. അതിൽ കളിക്കുന്നത് കട്ട നെഗറ്റീവ് ഗെയിമാണ്. പക്ഷെ ആ ഒരു നെഗറ്റീവ് ഗെയിമിനും ചില സമയത്ത് ചില ആളുകൾ സാധ്യതയൊക്കെ കാണും. അത് എവിടെയാണ് അത് കൊള്ളുന്നതെന്നുള്ളതാണ്. അത് അനീഷിനെതിരെ കളിക്കുന്നതുകൊണ്ടാണ് പ്രശ്നം. വേറെ ഒരാൾക്കെതിരെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അനിമോൾക്കെതിരെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഗെയിം വേറെ റേഞ്ചിലേക്ക് വന്നേനെ. ഇത് വേറെ റേഞ്ചിലേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദിലേക്ക് നല്ല സപ്പോർട്ട് കിട്ടിയേനെ. അനിമോൾക്ക് സപ്പോർട്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാലും അതിനനുസരിച്ചിട്ടുള്ള ഒരു വലിയ വിഭാഗം ആളുകളുണ്ട്. അതൊരു ഗെയിമാണ്, അത് പ്രേക്ഷകരുടെ ഒരു ഗെയിമാണ്. വലിയൊരു വിഭാഗം ആളുകളുണ്ട് ഈ അനുവിൻ്റെ ഫേക്ക്നെസ്സിനെ എക്സ്പോസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ. അതിലേക്ക് അനുവിനെതിരെ ഗെയിം കളിക്കാം. അനുമോൾ പുതപ്പിൻ്റെ അടിയിൽ എന്തോ കണ്ടു എന്നൊക്കെ പറഞ്ഞ സമയത്ത് ആദിലേക്ക് നിലപാടെടുത്തായിരുന്നല്ലോ. ആ ഒരു നിലപാടിൻ്റെ സമയത്ത് ആദിലേക്ക് കാര്യമായിട്ടുള്ള സപ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു റിവ്യൂവിൽ എനിക്ക് അതിലോടൊപ്പം നിൽക്കാനായിട്ട് പറ്റിയില്ല. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാണല്ലോ ആ ഒരു പുതപ്പെടുത്തുകൊണ്ട് വരുന്ന കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തത്. പക്ഷേ പിന്നീടാണ് അത് ചോദ്യമായി മാറിയത്. പക്ഷേ അതുപോലും കൺസിഡർ ചെയ്യാത്ത രീതിയിൽ അതിലെ ആളുകൾ സപ്പോർട്ട് ചെയ്യുകയുണ്ടായി. അപ്പോൾ ഈ ഒരു ഗെയിം അതിനിടയിലൂടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ മുട്ടനാടുകളെ തമ്മിലടിപ്പിച്ചിട്ട് ചോര കുടിക്കുന്ന ഒരാളാണ് ഷാനവാസ് എന്ന് തോന്നിപ്പോകുന്ന രീതിയിലേക്കാണ് ഷാനവാസ് പെരുമാറുന്നത്. ഒട്ടും ജെനുവിനിറ്റിയോ അല്ലെങ്കിൽ ഒട്ടും ഒരു ആത്മാർത്ഥതയോ ഷാനവാസിൻ്റെ പ്രവർത്തികളിൽ എനിക്ക് തോന്നുന്നില്ല. അനീഷിനെയും ആദിലയാണ് ആളുകൾ ജയിലിലേക്ക് പറഞ്ഞയക്കാനായിട്ട് തിരഞ്ഞെടുത്തത്. ജയിലിൽ ചെന്നപ്പോഴത്തേക്ക് ആദില വേറെ ഒരു നമ്പറൊക്കെ അവിടെ ഇറക്കി. അനീഷ് അവിടെ മധുരമൊക്കെ കൊടുത്തിട്ട് അത് പരിഹരിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അനീഷ് എടുത്ത ഒരു നിലപാടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ പെട്ടെന്ന് ഫ്രണ്ടാവുക അല്ലെങ്കിൽ ഏട്ടനാവുക, അച്ഛനാവുക, അല്ലെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ടാവുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഏതെങ്കിലും ഒരു റോളിലേക്ക് ഇങ്ങനെ തളച്ചിടുന്ന കാര്യങ്ങൾ ആദിലയുടെ ഭാഗത്തു നിന്ന് അനീഷ് പ്രോത്സാഹിപ്പിക്കുന്നില്ല. കാരണം ആദില അപ്പോഴത്തേനും മറ്റേ ഹാർട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ട് എന്നിട്ട് പിന്നീട് ഭയങ്കര മോശമായിട്ടുള്ള രീതിയിൽ പെരുമാറും. അത് അനീഷിനോട് എന്തോ ഒരു ഹെയ്റ്റ് ഉള്ളിൽ വെച്ചിട്ട്, സ്ഥിരമായിട്ട് ആ ഒരു ഹെയ്റ്റ് ഉള്ളിൽ വെച്ചിട്ട് പെരുമാറുന്നത് പോലെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. എന്തിനാണ് അങ്ങനെ ഒരു ഹെയ്റ്റ് ഉണ്ടാകുന്നത്? തുടക്കകാലത്തുണ്ടായ എന്തോ ഒരു സംഗതി മനസ്സിലൊരു മുറിവുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഹെയ്റ്റിനനുസരിച്ചിട്ട് മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ആ ഒരു ഹെയ്റ്റിൻ്റെ കാരണമൊന്നും ഇപ്പോൾ ആദിലയുടെ പാർട്ണറായിട്ടുള്ള നൂറയ്ക്ക് പോലും മനസ്സിലാവുന്നില്ല. എപ്പിസോഡ് 56 മറ്റ് ചില സംഗതികൾ, ഇപ്പോൾ അനിമോളുടെ കൈൻഡ് ഓഫ് വൈബ് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ചില കുൽസിത പരിപാടികൾ, ചർച്ചകൾ, ന്യൂസുകൾ. അപ്പോൾ അനിമോളുടെ പ്രിയ കൂട്ടുകാരൻ ജീവൻ അങ്ങടേക്ക് ഒരു സീരിയലിൻ്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു. അപ്പോൾ ജീവനെ കണ്ടപ്പോൾ തൊട്ട് അനിമോൾക്ക് ഒരുമാതിരി എന്താ പറയുന്നത്, ഇഞ്ചി കടിച്ച കുരങ്ങൻ്റെ ഒരു എക്സ്പ്രഷനൊക്കെ ആയിരുന്നു മുഖത്തുണ്ടായിരുന്നത്. എന്തിനും ഇങ്ങോട്ട് വന്നേക്കുന്നു എൻ്റെ സമാധാനം കളയാനായിട്ട് എന്നൊക്കെയുള്ള കൈൻഡ് ഓഫ് വൈബായിരുന്നു. അപ്പോൾ ആ ഒരു വൈബൊക്കെ കൃത്യമായിട്ട് അവിടെ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ അത് അനിമോളുടെ ഒരു ഇന്നസെൻസ് കൊണ്ടായിരിക്കാം. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ കുറച്ചും കൂടെയൊക്കെ ഒരു രീതിയിൽ
ഒരു ആക്ടിംഗ് ഒക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ പുറത്തൊരു സംസാരം ഉണ്ടാവാതിരിക്കും. പക്ഷേ ആ ഒരു സംസാരത്തിനുള്ളൊരു സാധ്യത അപ്പോൾ പുറത്തുണ്ടാവുന്നു. അപ്പോൾ ഇവരുടെ പാസ്റ്റിലേക്ക് ചകഞ്ഞ ആളുകൾ പോവുകയാണ്. ഞാൻ പെട്ടെന്ന് ഇൻസ്റ്റാഗ്രാമിലേക്ക് നോക്കിയപ്പോൾ അനുമോളും ഈ ചെങ്ങായും കൂടെ ഉള്ള റീലുകളും മൊത്തം ഇങ്ങനെ റെക്കമെൻഡേഷനിലേക്ക് വന്ന് കിടക്കുകയാണ്. അപ്പോൾ അതൊരു വലിയ ചർച്ചയായിട്ട് മാറി. അപ്പോൾ ആ ചെങ്ങായി വിവാഹം കഴിച്ചിട്ടുണ്ടെന്നോ അയാൾ വിവാഹം വേർപെടുത്തിയെന്നോ എന്നൊക്കെ ഇങ്ങനെ ചുമ്മാ വാർത്തകൾ പരക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വിവാഹം കഴിച്ചിട്ടില്ല എന്നൊക്കെ ഉള്ളതാണ് വേറെ ചില പോസ്റ്റുകളിൽ കണ്ടത്. അപ്പോൾ ഇങ്ങനെ കുറേ ചർച്ചകളാണ്. അതിൻ്റെ ഇടയ്ക്ക് പോരാത്തതിന് പോവാൻ നേരത്ത് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നതിൽ നിന്ന് അനുമോൾ വേണ്ട ഷെയ്ക്ക് ഹാൻഡ് വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒഴിഞ്ഞു മാറി നടക്കുകയും അയാൾ നിർബന്ധമായിട്ട് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ടു. അപ്പോൾ അതങ്ങനെ ഒരു ചർച്ച. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും ചർച്ച ഉണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു മസ്താനി രക്ഷപ്പെട്ടു. അനുമോളുടെ ചർച്ചയുടെ പുറകെ കുറേയധികം ആളുകൾ അങ്ങോട്ട് പോയി. അല്ലെങ്കിൽ മസ്താനിയുടെ പഴയ റീലുകളും ടിക്ടോക്കും ഒക്കെ കുത്തിപ്പൊക്കാനായിട്ട് ചൈനയിലേക്ക് യാത്ര ചെയ്ത ആളുകൾ വരെ ഉണ്ടായിരുന്നു. അപ്പോഴേക്ക് ചില ആളുകൾ മൈക്കുമായിട്ട് ഈ ജീവൻ്റെ വീട്ടിലേക്ക് പോയ ചില വീഡിയോകളും കാണുകയുണ്ടായി. ഇനി എപ്പിസോഡ് 56 റിവ്യൂയിലേക്ക് വന്നു കഴിഞ്ഞാൽ ജയിൽ ടാസ്ക് മറ്റേ മാലയിൽ മുത്തു കോർക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ആ ഒരു ടാസ്ക് ഭംഗിയായിട്ട് അനീഷ് ചെയ്തിട്ടുണ്ട്. അനീഷിൻ്റെ ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവും എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷ് ഇങ്ങനെ ചുമ്മാ ഓവറായിട്ട് കുറേ വാക്കുകൾ എടുത്ത് വെച്ചിട്ട് അടുക്കി സംസാരിക്കും. ബിഗ് ബോസ് ജയിൽ ടാസ്ക് കംപ്ലീറ്റ് ആയി മാലയിൽ മുത്തു കോർക്കുക എന്നുള്ള ദുഷ്കരമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ഞങ്ങൾ ഇത്ര സമയബന്ധിതമായി ചെയ്തു തീർത്തത്. ചെറിയൊരു നൂലായിരുന്നു ഞങ്ങൾക്ക് ലഭിച്ചത്. അതിലിങ്ങനെ പല കളറുകളുള്ള വർണ്ണങ്ങളിലുള്ള മുത്തുകൾ ഇങ്ങനെ കോർത്ത് ഇടുക എന്ന് പറയുന്നത് കണ്ണിന് ഒത്തിരി അധികം ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു കാര്യമാണ്. എൻ്റെ കൂടെ അതിലുണ്ടായിരുന്നു. ഞങ്ങൾ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചിട്ടാണ് ഈ ഒരു കാര്യങ്ങൾ ചെയ്തത്. ഇങ്ങനെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? എക്സ്ട്രാ പോയിൻ്റ് വല്ലതും കിട്ടുമോ? ഒന്നും കിട്ടത്തില്ല. ഇങ്ങനെയുള്ള ചുമ്മാ കുറേ വേസ്റ്റ് സംസാരം അനീഷിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. അത് അനീഷിൻ്റെ ഒരു നെഗറ്റീവാണ്. ഈ ഒരു സംസാരം കേൾക്കുന്ന സമയത്ത് കണ്ടസ്റ്റൻസ് പോളിയും അതൊരു പ്രൊവോക്കിംഗ് ആയിട്ട് വേണമെങ്കിൽ എടുക്കാമെന്നുണ്ടെങ്കിലും അനീഷിലെ ഒരു ഗെയിമറിനെ പലപ്പോഴും നമ്മളും ദേഷ്യത്തോടെ നോക്കിക്കാണുന്നത് ഈ ഒരു ഓവർ സംസാരം കൊണ്ടാണ്. പലപ്പോഴും ഇതിനകത്ത് പോയിന്റ് ഉണ്ടാവില്ല. ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇതേപോലെ തന്നെയാണ് അയാൾ അവിടെ പറഞ്ഞത്. ഇതേപോലെ ഒരു ഏകദേശ രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. അതിനകത്ത് ഏത് കാര്യമാണ് നമുക്ക് കമ്മ്യൂണിക്കേറ്റഡ് ആവേണ്ടത്? ജയിൽ ടാസ്ക് വിജയകരമായിട്ട് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ ആ ഒരു കാര്യം അതിനകത്ത് മുങ്ങിപ്പോവും. അയാളുടെ കുറേ വാക്ചാതുരണി കാരണം. അനീഷിൻ്റെ ഒരു പോസിറ്റീവും കൂടെ പറയണമല്ലോ. ഈ ജയിൽ ടാസ്കിലാണെന്നുണ്ടെങ്കിൽ മനീഷ് കൂടുതലായിട്ട് മുൻഗണന കൊടുക്കുന്നത് അവിടെ എന്തുകൊണ്ടാണോ ജയിലിലേക്ക് ആയത്, അല്ലെങ്കിൽ എന്താണോ അവിടെ സംഭവിക്കേണ്ടത്, ആ ഒരു കാര്യം സംഭവിച്ച് അവിടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഫോം ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി അദ്ദേഹം മധുരം കൊണ്ടുവരുന്നുണ്ട്, അദ്ദേഹം സംസാരിക്കുന്നുണ്ട്, എഫേർട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ആത്മാർത്ഥത അനീഷിനുണ്ട്. പെട്ടെന്ന് അനീഷിനെ ആളുകൾക്ക് പറ്റിക്കാൻ പറ്റും. പക്ഷേ അനീഷ് വലിയ കണ്ണിങ് ആണ് എന്ന് പറഞ്ഞാലും അത് പലപ്പോഴും അനീഷ് തന്നെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നെ ഒത്തിരിയധികം ആളുകൾ പറ്റിച്ചിട്ടുണ്ട്, ഒത്തിരിയധികം ആളുകൾ ചതിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂസ് മാത്രമുള്ള അനീഷിന്. അല്ലെങ്കിൽ അനീഷ് നല്ല ആത്മാർത്ഥതയുള്ളൊരു ചെറുപ്പക്കാരനാണ്. അനീഷിനെ പെട്ടെന്ന് പറ്റിക്കാൻ പറ്റും, അത്ര ഇന്നസെൻറ്റുമാണ്. ഇതിനുശേഷം ജിഷിനും അഭിലാഷും കൂടെ ഒരു പ്രാങ്ക് അവിടെ സെറ്റ് ചെയ്യുകയാണ്. തലേദിവസം രാത്രി കോഫി ഇട്ടതുമായി ബന്ധപ്പെട്ട്, കോഫി പൗഡറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അലമ്പാണ് അവർ പ്രാങ്കിലൂടെ അവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യാങ്കളിയും ഭയങ്കര ഗംഭീരമായിട്ടുള്ള പരിപാടികളൊക്കെയാണ്. അപ്പോൾ ബിഗ് ബോസ് അവരെ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്നു. അപ്പോൾ ബിഗ് ബോസിനോട് ബിഗ് ബോസ് നിങ്ങൾ ആസ്വദിച്ചില്ലേ? എനിക്കൊന്നും അങ്ങനെ അതൊന്നും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നില്ല, പുള്ളിയും കിടന്നുറങ്ങാണ്ടായിരുന്നു. അപ്പം ബിഗ് ബോസ് പറഞ്ഞു കുഴപ്പമില്ല, കളി കാര്യമാവരുത് എന്നുള്ള രീതിയിൽ ഉപദേശിച്ചിട്ട് വിടുന്നു. അവരങ്ങനെ കുറച്ച് നേരം കൊണ്ട് ആ ഒരു പരിപാടി അവസാനിപ്പിച്ചു എന്നുള്ളതാണ് തോന്നുന്നത്. ഇതിനുശേഷം ബിഗ് ബോസ് കണ്ടസ്റ്റൻസിനെ അറിയിക്കുകയാണ്, ഇന്ത്യൻ സിനിമയിലെ പരമോന്നത പുരസ്കാരം ലഭിച്ചു. എന്താണെന്നത് അറിയാമോ? അഭിലാഷിനറിയാം, ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്. അത് നമ്മുടെ ലാലേട്ടന് കിട്ടി. കണ്ടസ്റ്റൻസ് അത്രയധികം എക്സൈറ്റഡ് ആണ്, അവർ അത്രയധികം ഹാപ്പി ആയിട്ട് ആഘോഷിക്കുന്നു. മികച്ച മത്സരാർത്ഥികളായിട്ട് തിരഞ്ഞെടുത്തത് അക്ബർ, ബിന്നി, ആര്യൻ എന്നിവരെയാണ്. അതിനുശേഷം വീക്കെൻഡ് എപ്പിസോഡിലേക്ക് വരാം. ലാലേട്ടൻ എൻ്റെ കുട്ടികളെ കാണട്ടെ, എൻ്റെ പിള്ളേരെ കാണട്ടെ എന്നുള്ള ഒരു പറച്ചിലൊക്കെ പറഞ്ഞിട്ടാണ് ബിഗ് ബോസിൻ്റെ ആ ഒരു ഷോയിലേക്ക് ഹോസ്റ്റായിട്ട് കിടക്കുന്നത്. ഏതായാലും ഈ ഒരു അവാർഡുമായി ബന്ധപ്പെട്ട് കണ്ടസ്റ്റൻസ് ലാലേട്ടൻ ആശംസകൾ അറിയിക്കുന്നു. അതേപോലെ തന്നെ ഓരോ ആളുകളും ലാലേട്ടൻ്റെ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓർമ്മകൾ, ലാലേട്ടനോടുള്ള ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അതിനെക്കുറിച്ചിട്ട് ഞാൻ പറയുന്നില്ല. അനീഷാണെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് കേൾക്കാനായിട്ടുള്ള ഒരു അവസരം തരണമെന്നൊക്കെ പറയുന്നുണ്ട്. അനീഷ് സ്ക്രിപ്റ്റിങ്ങിലേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ട്. പിന്നീട് ഗെയിമിൻ്റെ അനാലിസിസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആര്യൻ എന്തുകൊണ്ട് ടാസ്ക് കുളമാക്കിയെന്ന് ലാലേട്ടൻ ചോദിക്കുന്നു. ആ ഒരു ഗെയിമിനെ കുറിച്ചിട്ടാണ്, ബോട്ടിൽ ടാസ്കിനെ കുറിച്ചിട്ടാണ്. പല ആളുകളും ആ ഒരു ടാസ്ക് കുളമാക്കാൻ വേണ്ടിയാണ് ഓരോ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളൊരു ധാരണയാണ് ബിഗ് ബോസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അപ്പോൾ ഈ ടാസ്ക് കുളമാക്കുകയാണോ വേണ്ടത്, പോയിന്റ്സ് നേടുകയാണോ വേണ്ടത് എന്നുള്ള രീതിയിലൊക്കെയാണ് അവിടെയുള്ള സംസാരങ്ങൾ. അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് എടുത്തു പറയേണ്ടത് ആരോപണങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പോൾ ജിഷിൻ പറയുന്നു അനുമോള് ഒരു ബോട്ടിലും സെലക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അനുമോൾ പറയുന്നു അതിനകത്ത് വൃത്തി ഉണ്ടായിരുന്നില്ല. അനീഷ് പറയുന്നത് അവർക്ക് പാർഷ്യാലിറ്റിയാണ്, മനഃപൂർവ്വം അവരെൻ്റെ ബോട്ടിൽ സെലക്ട് ചെയ്തിട്ടില്ല. ഒനിലിന് അങ്ങനെ ആർക്കും കിട്ടരുത് എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഒനിൽ പറഞ്ഞു എനിക്ക് അങ്ങനെ ആർക്കും കിട്ടരുത് എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്ക് കിട്ടിയില്ലെങ്കിലും ആർക്കും കിട്ടരുത് എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാൽ ബാക്കിയുള്ള ആളുകൾക്ക് അങ്ങനെ ഉണ്ടായിരുന്നില്ല.
ഈ ഗെയിം ഇങ്ങനെ മുന്നോട്ടേക്ക് പോയതുകൊണ്ടാണ് അവരങ്ങനെ ആയത്. അക്ബർ, ആദില, ഒനിൽ, നൂറ എന്നിവരാണ് ഏറ്റവും കൂടുതൽ ഇത് നശിപ്പിക്കാൻ വേണ്ടി മെനക്കെട്ടത് എന്ന് പൊതുവായിട്ടുള്ളൊരു പറച്ചിലുണ്ട്. അത് കണ്ടസ്റ്റൻസ് പറയുന്നു. നെവിൻ എന്തുകൊണ്ടാണ് ടാസ്ക് നിർത്തി പുറത്തു പോയത് എന്ന് ലാലേട്ടൻ ചോദിക്കുന്നു. അപ്പോൾ നെവിൻ പറഞ്ഞു, ഈ ഒരു ഗെയിം ഇങ്ങനെ പോയതുകൊണ്ടാണ് അങ്ങനെ പോയത്. അപ്പോൾ അങ്ങനെ പോകണോ എന്ന് ലാലേട്ടൻ ചോദിച്ചു. അങ്ങനെയാണോ പോവേണ്ടത്? ഇതൊരു ഗെയിമല്ലേ, അപ്പോൾ ആ ഒരു ഗെയിമിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും കണ്ടസ്റ്റൻസ് ആ ഒരു ഗെയിം കുളമാക്കിയത് ശരിക്കും മോശമായിപ്പോയി. കാരണം അത് വളരെ പ്രധാനപ്പെട്ട ഒരാഴ്ചയിലെ പ്രധാനപ്പെട്ട ഒരു ടാസ്ക്കാണ്. ഇപ്പോൾ ഇമ്മ്യൂണിറ്റി ഒരാൾക്ക് കിട്ടുക എന്നുള്ളത് മാത്രമല്ല, ഈ പ്രേക്ഷകർക്ക് എന്തെങ്കിലും ഒരു സംഭവം കൊടുക്കണ്ടേ. ഇവിടെ ഈ അലമ്പും വഴക്കും ഓക്കെ, അത് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അവിടെ ഏതെങ്കിലും ഒരു കാര്യത്തിന് അവിടെ ഏതെങ്കിലും ഒരു പോയിന്റ് ഉണ്ടാവണം. അല്ലാതെ ഒരു കാര്യം നശിപ്പിച്ച് നമ്മുടെ രസം മുഴുവൻ നശിപ്പിച്ചിട്ട് ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ലോജിക്കും ഇല്ലാത്ത അലമ്പ് കാണിക്കുന്നതിൽ നമുക്ക് ആസ്വാദനം കിട്ടത്തില്ല. ജിഷിനും നെവിനും ജയിലിലേക്ക് പോയതിൻ്റെ കാരണങ്ങളെക്കുറിച്ചൊരു ചർച്ചയുണ്ടായി. അപ്പോൾ ജിഷിൻ പറയുന്നത് അനുമോൾ അവിടെ ആർക്കും ഒരു കോയിനും കൊടുക്കരുത് എന്നുള്ള രീതിയിലാണ് ഗെയിം കളിച്ചത്. ബിന്നിക്ക് വളരെ മോശം അഭിപ്രായമാണ്. അനീഷ് കുപ്പി എറിഞ്ഞ് പൊട്ടിച്ചത് എന്തിനാണെന്ന് ചോദിക്കുന്നു. അനുവിന് മുടി കിട്ടിയതിനെ കുറിച്ചിട്ട് പറയുന്നു. വൃത്തിയും ടേസ്റ്റ് നോക്കുക എന്നുള്ളതായിരുന്നു ഉത്തരവാദിത്തം, അത് ചെയ്ത സമയത്താണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് അനു പറയുന്നു. അതിലെന്തിന് അതിൻ്റെ മുകളിൽ കയറിയിരുന്നു എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. വെറുതെ ചൂട് പിടിപ്പിക്കാൻ വേണ്ടി അനീഷിൻ്റെ അടുത്ത് അങ്ങനെ ചെയ്തതാണ്. ഷാനവാസ് പറഞ്ഞ ഒരു കാര്യം കറക്റ്റാണ്. നെവിൻ മൊത്തത്തിലെടുത്ത് കമഴ്ത്തി കലക്കി പുള്ളി കുടിക്കാൻ വേണ്ടിയുള്ള ജ്യൂസ് ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. അപ്പോൾ അത് ഒരു കാര്യം തന്നെയാണ്. നെവിൻ അങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ അത് ബോറിംഗ് ആണ്. ഈ ഭക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നെവിൻ്റെ ഒരു അടക്കമില്ലായ്മ, അത് ആസ്വാദകരമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ലാലേട്ടൻ മൊത്തത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇൻ്റലിജൻസ്, ഫണ്ണ്, അത് മിസ്സിങ് ആയിരുന്നു. ബിഗ് ബോസ് റിയാലിറ്റി ഷോയിൽ ഓരോ ദിവസത്തെയും ടാസ്ക് അല്ലെങ്കിൽ ഓരോ ആഴ്ചത്തെയും ടാസ്ക് കണ്ടാസ്വദിക്കാൻ പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്നത് ഇൻ്റലിജൻസ് ഉള്ള കളിക്കാരും അതിലൊരു ഫണ്ണുമാണ്. ഇത് രണ്ടുമില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ബോറിംഗ് ആയിരിക്കും. കഴിഞ്ഞ ആഴ്ച ഭയങ്കര ബോറിംഗ് ആയിരുന്നു, വളരെ ബോറിംഗ് ആയിരുന്നു. ഇതിനുശേഷം ലാലേട്ടൻ അനൗൺസ് ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ട്, അത് ആർക്ക് കൊടുക്കണം. പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടസ്റ്റൻസിന് തീരുമാനിക്കാം ആർക്ക് കൊടുക്കണമെന്നുള്ളത്. അവിടെ വീണ്ടും ആ ഒരു വൃത്തികെട്ട ഗെയിം പുറത്തേക്ക് വന്നു. ആ ഒരു ഗ്രൂപ്പിസം, ആദിലേക്ക് കാര്യമായിട്ടുള്ള സപ്പോർട്ട് വന്നു. അതിലേക്ക് എന്തിനാണ് കാര്യമായിട്ടുള്ള സപ്പോർട്ട്? എന്ത് കാണിച്ചിട്ടാണ് അതിലേക്ക് സപ്പോർട്ട്? കൂടെയുള്ള കുറേയധികം സ്ത്രീകളായിട്ടുള്ള കണ്ടസ്റ്റൻസ് ഇങ്ങനെ ഡൊമിനേറ്റ് ചെയ്യുന്ന സമയത്ത് വെറുതെ കൊടുക്കുന്ന ഒരു സപ്പോർട്ടാണ് അതിലേക്കുള്ള സപ്പോർട്ട്. അതിൽ ബാക്കിയുള്ള ആളുകളെ ഉപദ്രവിക്കുന്നതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീകളായിട്ടുള്ള കണ്ടസ്റ്റൻസ് ഒഴിച്ച് ബാക്കിയുള്ള ആളുകളെ ഉപദ്രവിക്കുന്നതുകൊണ്ട് അങ്ങനെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഗുണമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് വോട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഉപദ്രവിക്കുക എന്നുള്ളൊരു വേർഡ് തന്നെയാണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. കാരണം ഈ ജെൻഡർ കാർഡ് കറക്റ്റായിട്ട് എടുത്തിരുന്നുണ്ട്, അതേപോലെ തന്നെ മൈനോറിറ്റി കാർഡ് കറക്റ്റായിട്ട് എടുത്തിരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തിരുന്ന സമയത്ത് പൊതുവെ ഇവരോട് പെരുമാറാനായിട്ട് ബാക്കിയുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടാണ്. അനു ആദിലയെ സെലക്ട് ചെയ്യുന്നു ഇമ്മ്യൂണിറ്റി കാർഡിന് വേണ്ടി. നെവിൻ ആദില, ഷാനവാസ് ആദില, ജിഷിൻ ആര്യൻ, ജിസേൽ ആര്യൻ, അനീഷ് ജിഷിൻ, ലക്ഷ്മി ജിഷിൻ, അഭിലാഷ് ആൻഡ് ഒനിൽ സാബുമാൻ, ബിന്നി ആദില, ആദില അനു, അക്ബർ സാബുമാനെ പറയുന്നു, ആര്യൻ ജിഷിനെ പറയുന്നു, സാബുമാൻ ജിഷിനെ പറയുന്നു. അനീഷ് അവിടെ പക്ക ഗ്രൂപ്പിസം ലാലേട്ടൻ ചോദിക്കുന്ന സമയത്ത് ആരോപിക്കുന്നുണ്ട്. അതിലേക്ക് വേണ്ടി ഗ്രൂപ്പ് നിലപാടെടുത്തു എന്ന് പറയുന്നു. ലാലേട്ടൻ പറഞ്ഞു ഞങ്ങൾക്കും അങ്ങനെ തോന്നി എന്നൊക്കെ പറയുന്ന സമയത്ത് കണ്ടസ്റ്റൻസ് അതനുസരിച്ചിട്ട് അടുത്ത ദിവസമെങ്കിലും പെരുമാറി കഴിഞ്ഞാൽ നല്ലത്. അപ്പോൾ അതിലേക്ക് അത് കൊടുക്കാനായിട്ട് ബിഗ് ബോസിൻ്റെ ക്രൂവിൻ്റെ ഭാഗത്തു നിന്നും വലിയ താല്പര്യമൊന്നുമില്ല. അത് ആർക്കും കൊടുക്കാൻ അവർ ഉദ്ദേശിക്കുന്നില്ല. അവരത് സ്പൈക്കുട്ടന് കൊടുക്കുകയാണ്. ജയിലിലേക്ക് ആളുകൾ പറഞ്ഞു വിട്ട ഒരാളെ മികച്ച പെർഫോമർ എന്നുള്ള രീതിയിൽ വോട്ട് കൊടുത്ത് ഇമ്മ്യൂണിറ്റി കൊടുക്കുന്ന ആ ഒരു കാര്യം അവർക്ക് മനസ്സിലാവുന്നില്ല. അത് അനീഷും എടുത്ത് പറയുന്നുണ്ടായിരുന്നു. ഇതിനുശേഷം ഒനിൽ, അഭിലാഷ്, ബിന്നി എന്നിവർ സംസാരിച്ച് ആര്യൻ, ജിസേൽ എന്നിവരുടെ ആ ഒരു കാര്യത്തെക്കുറിച്ചിട്ടാണ്. ജിസേൽ ആര്യനെ അടിമയാക്കുന്നു, ആര്യന് കളിക്കാൻ പറ്റുന്നില്ല, അയ്യോ നല്ലൊരു ചെറുപ്പക്കാരൻ എന്നുള്ള ആദിയും അവലാദിയൊക്കെയാണ് അഭിലാഷിന് അല്ലെങ്കിൽ ഒനിലിനൊക്കെ. നിങ്ങൾക്ക് നിങ്ങളുടെ കളി കളിച്ച് പോയാൽ പോരെ, അവരവരുടെ കളി കളിക്കട്ടെ. ലവ് ട്രാക്ക് ഞാൻ കഴിഞ്ഞ സീസണിലും അതിൻ്റെ മുന്നേ ഉള്ള സീസണിലും ഒക്കെ ഇങ്ങനെ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. ഈ ലവ് ട്രാക്ക് എന്ന് പറയുന്നത് പറച്ചിലിൽ മാത്രമേ ഉള്ളൂ. അതിനകത്ത് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊരു ഗുണവും പുറത്ത് കിട്ടത്തില്ല. പിന്നെ ഈ ലവ് ട്രാക്ക് പിടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം? ഏതെങ്കിലും ലവ് ട്രാക്ക് ഫസ്റ്റ് സീസണിലല്ലാതെ വിജയിച്ചായിട്ട് നമ്മൾ പിന്നീട് കണ്ടിട്ടുണ്ടോ? വലിയ ഗുണമൊന്നും ആർക്കും ഉണ്ടായിട്ടൊന്നുമില്ല, കിട്ടിയിട്ടൊന്നുമില്ല. ഇവരുടെ ലവ് കാണാൻ വേണ്ടിയൊന്നും ആളുകൾ വോട്ട് ചെയ്യാറില്ല. ആളുകൾക്ക് ദേഷ്യമാണ്. നമ്മുടെ നാടല്ലേ ആണും പെണ്ണും സ്നേഹത്തിൽ പെരുമാറുന്നതും അവർ പ്രണയം പങ്കുവെക്കുന്നതും ഒക്കെ കണ്ടിരുന്നു കഴിഞ്ഞാൽ, അതും ഒരു റിയാലിറ്റി ഷോയിൽ കണ്ടിരുന്നു കഴിഞ്ഞാൽ ഇഷ്ടം തോന്നുന്ന എത്ര ആളുകളുണ്ടോ? ഒരു ചെറിയ മൈനോറിറ്റിയാണ്. അപ്പോൾ വലിയ ഹെയ്റ്റ് ഉണ്ടാവും. ആ ഒരു ഹെയ്റ്റൊക്കെ ഉണ്ടാവുമെന്ന് അറിഞ്ഞിട്ട് ആരും അങ്ങനെ ലവ് ട്രാക്കിലേക്കൊന്നും ചാടത്തില്ല. അറിയാതെ ആത്മാർത്ഥമായിട്ടൊക്കെ പോകുന്നതാണ് പല ആളുകളും. ഇപ്പം സന്തോഷ് ജോർജ് ഉള്ളങ്ങനെ ഒരിക്കലും ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ശരിയാണ്. 2 പട്ടികൾ ഇണചേരുന്നത് കണ്ടു കഴിഞ്ഞാൽ അതുങ്ങളെ കല്ലുപറക്കി ഓടിച്ചാൽ മാത്രമേ നമുക്കൊരു സമാധാനമുള്ളൂ. അങ്ങനെയുള്ള വൃത്തികെട്ട മൈൻഡുള്ള ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ അത്ര ഹെയ്റ്റാണ്. ആളുകൾ സ്നേഹിക്കുന്നൊന്നും ഇഷ്ടമില്ലെന്നേ. അപ്പോൾ അങ്ങനെ അറിഞ്ഞുകൊണ്ട് ആരും ലവ് ട്രാക്ക് പിടിക്കില്ല.
സൗഹൃദം പിടിക്കും. ആരിങ്ങനെ ആർഗ്യൂ ചെയ്യുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ ഗബ്രിയുടെ ഒരു വൈബ് അടിക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ അങ്ങനെ ഫ്രണ്ട്ഷിപ്പിനെ നോക്കിക്കാണുന്ന, അങ്ങനെ ബോണ്ടിനെ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ്. അവർ കുറച്ചും കൂടെ അങ്ങനെ ജെൻഡർ ഭേദമന്യേ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സെർവ് ചെയ്യാനായിട്ട് വളരെ റെഡി ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ആര്യനത് കറക്റ്റായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒനിലും അഭിലാഷും ബിന്നിയൊക്കെ അങ്ങ് നെഗറ്റീവിലേക്ക് പോകുന്നുണ്ട്. പല ആളുകളും അഭിപ്രായം പറയുകയാണ് എല്ലാ ആളുകളും ഇന്ന് വളരെയധികം പ്രോഗ്രസീവാണ്. ലക്ഷ്മി പ്രോഗ്രസീവായിട്ട് അങ്ങ് ഇറങ്ങി നിന്നിട്ട് കാണുന്നവരുടെ കണ്ണിലാണ് കുരു എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോഴത്തേന് ഷാനവാസ് അടിച്ചിരുന്നു. വന്നപ്പോൾ ഷാഡോ ആണെന്ന് പറഞ്ഞിരുന്നല്ലോ. അത് ഷാനവാസ് പറഞ്ഞ രീതി ശരിയായില്ല. കാരണം ലക്ഷ്മി അന്ന് പറഞ്ഞ കാര്യവും ഇന്ന് പറഞ്ഞ കാര്യവും തമ്മിലൊരു ഡിഫറൻസ് ഉണ്ട്. ഒന്നിൽ പറയുന്നത് ആര്യൻ ജിസേലിൻ്റെ ഷാഡോ ആയിട്ട് നടക്കുന്നതിനെതിരെ ഒരു ഹിൻ്റൊക്കെ ഷോ വന്ന സമയത്ത് സാരിത്തുമ്പ് പിടിപ്പിച്ച് കൊടുത്തതാണല്ലോ. അപ്പോൾ അത് ഗെയിമിനെ എഫക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. ഇത് ഇവിടെ കോമൺ ആയിട്ടുള്ളൊരു സംസാരമാണ്. അതിനെ ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്തു, അല്ലെങ്കിൽ അത് പിന്നീട് സംസാരിച്ചു എന്നുള്ളതേ നമ്മൾ ചെയ്തുള്ളൂ എന്നൊക്കെ ഒന്നിൽ പറയുന്നു. ബിന്നി പറയുന്നു ഫ്രണ്ട്ഷിപ്പിനേക്കാളും ഉപരിയായിട്ട് അവർക്കൊരു കണക്ഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ മിണ്ടായിരിക്കണം. അഭിലാഷ് പറയുന്നത് ആദ്യം മുതൽ നന്നായി കളിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു ആര്യൻ. അപ്പോൾ ഈ ആര്യൻ ഇങ്ങനെ സൈഡായി പോകുന്നതിലുള്ള വിഷമമൊക്കെയാണ് അഭിലാഷ് അവിടെ പങ്കുവെക്കാനായിട്ട് ശ്രമിക്കുന്നത്. അക്ബറിന് അവിടെ പ്രണയം ഫീൽ ചെയ്തിട്ടുണ്ട് എന്ന് അക്ബർ പറയുന്നുണ്ട്. അത് ആര്യൻ്റെ ഗെയിമിനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നും അക്ബറിന് ഒരു പക്ഷമുണ്ട്. ആര്യൻ ഒത്തിരിയധികം നമ്മുടെ ജിസേലിന് വേണ്ടി ഇങ്ങനെ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട് എന്ന് അക്ബർ പറയുന്നു. എന്ത് കണ്ടാലും കണ്ട ഭാവം നടിക്കുന്നില്ല എന്ന് പറയുന്നു. അതൊക്കെ എന്തിനാണ്? അത് ലാലേട്ടനെ അപമാനിച്ചതാണോ? അല്ലേ? എനിക്കങ്ങനെയാണ് തോന്നിയത്. കാരണം ഇന്നത്തെ കാര്യത്തിൽ എന്താണ് അഭിപ്രായം എന്നുള്ളത് ഇന്ന് പറയുക. പണ്ടത്തെ ആ ഒരു ഞാനിനിയൊന്നും പറയണില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അമ്മായി സാധനം അവിടെ എടുത്തിട്ടുണ്ട് ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. സാബുമാനും മറ്റേ അനുമോളുടെ ഒരു വൈബാണ്. ലോകം മാറിയില്ലല്ലോ ലാലേട്ടാ, പുതിയ ലോകമല്ല. അതുകൊണ്ട് എനിക്കൊന്നും മിണ്ടാൻ പറ്റണില്ല. അന്നെങ്കിൽ തനിക്ക് വല്ല ടൈം മെഷീനും വാങ്ങിച്ചിട്ട് പഴയ ബിഗ് ബോസിലേക്ക് വല്ലതും പറഞ്ഞുകൊണ്ടോ അവിടെ താൻ മിണ്ടു ഇല്ല. താൻ അവരോടൊന്നും മിണ്ടത്തൊന്നുമില്ല. തനിക്ക് ഒരു ഗെയിമില്ല. താനൊരു ക്യൂട്ട്നെസ് മെഴുകിയായതുകൊണ്ട് ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നു. ഞാൻ ചുമ്മാ പറഞ്ഞാണ് കേട്ടോ. എനിക്ക് ആ മനുഷ്യനോട് വേറെ വ്യക്തിവിരോധമൊന്നുമില്ല. പക്ഷേ വെറുതെ ഒരാളിങ്ങനെ ചിരിച്ച് ഇളിച്ച് നിന്ന് വോട്ട് വാങ്ങി പോകുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല. കാരണം മറ്റേ ഈ തീയിലേക്ക് ഇങ്ങനെ ഓടിയെടുക്കുന്ന ഈയലുകളെ പോലെയാണ് ബിഗ് ബോസിലേക്ക് വരുന്ന കണ്ടസ്റ്റൻസ്. അവരങ്ങ് പല ആളുകൾ ആത്മാഹൂതി ചെയ്യാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനിടയിലേക്ക് ഒരാൾ വെറുതെ ഇത്ര തീവ്രമായിട്ടുള്ള ഒരു ഗെയിമിലേക്ക് ഒരാൾ വന്നിട്ട് ബാക്കിയുള്ളവനെ കട്ട നെഗറ്റീവാക്കി ആളുകൾ എടുത്തിട്ട് അടിക്കുന്ന സമയത്ത് ചിരിച്ച് നിന്ന് മുന്നോട്ടേക്ക് പോകുമ്പോഴത്തേക്ക് ഒരു രസമില്ല. അല്ലെങ്കിൽ എല്ലാ ആൾക്കാരും ചിരിക്കണം. മൊത്തം കുറേ ചിരിയന്മാർ വന്നിട്ട് അതെല്ലാം നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഏറ്റവും നന്നായിട്ട് ചിരിക്കുന്ന സാബുമോന് ഞാനൊരു വോട്ട് കൊടുത്തേനെ ചിരിയുടെ അടിസ്ഥാനത്തിൽ. പക്ഷെ അതങ്ങനെയല്ലല്ലോ. ജിസേൽ പറയുന്നു ബോണ്ട് ഇവർക്ക് കാണാൻ പറ്റുന്നില്ല, സ്റ്റിച്ച് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ തുണിയൊക്കെ കഴിയിപ്പിച്ചത്. അഭിലാഷിൻ്റെ രണ്ട് മുഖങ്ങൾ ഞാനിപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു. അഭിലാഷ് ഒരു ഡബിൾ ഫേസ് മനുഷ്യനാണ്. ആര്യൻ പറയുന്നത് റെസ്പെക്റ്റ്, ബോണ്ട്, ലവ് എന്നീ കാര്യങ്ങളൊക്കെയാണ്. ഇതിനകത്ത് നെവിൻ ഇടയ്ക്ക് മറ്റേ പുതപ്പിൻ്റെ കാര്യമൊക്കെ വെച്ചിട്ട് ഇത് അവതരിപ്പിക്കാനായിട്ട് ശ്രമിച്ചിരുന്നു. നെവിൻ്റെ സൈഡും നെവിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെവിൻ ഇപ്പോൾ മറ്റേ ഷാനവാസിൻ്റെ ആ ഒരു കാര്യം കൊണ്ട് ഇതിനകത്തോട് കുത്തിക്കയറണം, അനുമോളുടെ കാര്യം കൊണ്ട് കുത്തിക്കയറണം, എല്ലാം കൂടെ പറഞ്ഞപ്പോൾ ഇവർക്ക് നെഗറ്റീവ് ആകുന്ന രീതിയിലേക്കായി അത് അവതരിപ്പിച്ചത്. പക്ഷെ അത് ആരിന് മനസ്സിലായി, ആരിന് വിവരമുണ്ടെന്നേ. അഭിലാഷിനും മുനിലിനും ബിന്നിക്കും അത് അങ്ങോട്ട് കൊണ്ടു. അഭിലാഷ് മുന്നിലും അങ്ങ് പൊട്ടിത്തെറിച്ചു. അയ്യോ ഇത് അനുമോളുടെ നെഗറ്റീവ് പോലെ ആവുമോ എന്നുള്ള രീതിയിൽ അവർ നെവിനെ നല്ല രീതിയിൽ ചോദ്യം ചെയ്യാൻ വേണ്ടി വരുന്നു. അപ്പോൾ നെവിൻ പറയുന്നത് അത് അനുമോളുടെ ഒരു പെർസ്പെക്റ്റീവിൽ എന്ന് പറയുന്ന ഒരു സംഭവം. ഇപ്പോൾ അനുമോള് കണ്ടത് അങ്ങനെയാണ്, അനുമോള് ചിന്തിച്ചത് അങ്ങനെയാണ്. അപ്പോൾ അതേപോലെ ആളുകൾ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആരും എന്താണ് ലവ് ട്രാക്ക് എന്നൊക്കെ ലാലേട്ടനോട് ചോദിക്കുന്നുണ്ട്. ശരിയാണ്, ലവ് ട്രാക്ക് എന്താണ്? അതൊക്കെ ഔട്ട്ഡേറ്റഡ് അല്ലേ. ഓരോ പദങ്ങൾ ഓരോ കാലഘട്ടത്തിലെ ഏതോ പഴയ ആചാര്യന്മാർ ബിഗ് ബോസിൽ കളിച്ചിരുന്ന ഗെയിമുമായി ബന്ധപ്പെട്ട ഓരോ വേർഡുകൾ വരുന്നു. ഇപ്പോഴും ഒറ്റയാനും മറ്റേ ലവ് ട്രാക്കും ഒറ്റപ്പെടലും ഒക്കെ താങ്ങിക്കൊണ്ട് നമ്മളിങ്ങനെ നടക്കുന്ന. അല്ലാതെ എന്താണ്? അഭിലാഷിൻ്റെയൊക്കെ തനിക്കുടം പുറത്ത് വന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു. തനിക്കുടം പുറത്ത് വരട്ടെ. ചുമ്മാ ഒരുമാതിരി ഫേക്ക് ഗെയിം കളിച്ചിട്ട് നടക്കുന്നു. ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട്. എവിക്ഷൻ ഇന്നായിരിക്കും ഉണ്ടാവുക. എന്തൊക്കെയാണെങ്കിലും നല്ല മികച്ച ഒരു ഗെയിമർ പുറത്തേക്ക് പോകാനായിട്ടുള്ള സാധ്യത ഉണ്ട്. അങ്ങനെയാണല്ലോ ഇല്ലാത്ത പതിവ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.